നമ്മളെല്ലാവരും പ്രൊജക്ടേഴ്സ് കണ്ടിട്ടുണ്ടല്ലേ? ഈ പ്രൊജക്ടേഴ്സ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? പ്രൊജക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? പ്രൊജക്ടേഴ്സ് ഒരു സോഴ്സിൽ നിന്നുള്ള വിഷ്വൽ കണ്ടൻറ്റിനെ ലാർജ് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം പ്രൊജക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു സോഴ്സിൽ നിന്നുള്ള വിഷ്വൽ കണ്ടൻറ്റ് എടുത്തിട്ട് ലാർജർ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് പ്രൊജക്ടേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രൊജക്ടേഴ്സിന് പല ടൈപ്പ് ടെക്നോളജി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? DLP ഉണ്ട്, LCD ഉണ്ട്, LED ഉണ്ട്. എന്താ ഈ DLP ടെക്നോളജി? DLP ടെക്നോളജി എന്ന് വെച്ചാൽ ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് പ്രൊജക്ടറാണ്. DLP എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് ആണ്. LCD എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. LED എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ പ്രൊജക്ടേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം പ്രൊജക്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അവരെന്താ ചെയ്യുന്നത്? ഒരു വിഷ്വൽ കണ്ടൻറ്റ്, സോഴ്സിൽ നിന്നുള്ള വിഷ്വൽ കണ്ടൻറ്റിനെ ലാർജർ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്കകത്തുള്ള കമ്പോണൻസ് നോക്കിയാൽ അതിൻ്റെ കോർ കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് സോഴ്സ് ആയിരിക്കും. അപ്പോൾ പ്രൊജക്ടറിന് പ്രൊജക്റ്റ് ചെയ്യല്ലേ വേണ്ടേ? അതുകൊണ്ട് തന്നെ ഒരു ഹൈ പവേർഡ് ലാമ്പ് വേണം. പ്രൊജക്ടറിന് എന്ത് വേണം? ഒരു കോറായിട്ട് ഒരു ഹൈ പവേർഡ് ലാമ്പ് വേണം. അത് നല്ല ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുകയും വേണം. ഇനി എന്ത് ചെയ്യും? ഈ ഷൈൻ ചെയ്യുന്ന വൈറ്റ് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യും? അത് ചില ഫിൽറ്ററിങ് എലമെൻസിൽ കൂടെ പാസ് ചെയ്യും. എന്തിനാണ്? ഒരു കളർഫുൾ ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടി ഫിൽറ്ററിങ് എലമെൻസിൽ കൂടെ പാസ് ചെയ്യും. അപ്പം നമ്മുടെ ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് ഇല്ലേ? ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് മെഷർ ചെയ്യുന്നത് ലൂമനിലാണ്. ഓർത്തിരിക്കുക, ലാമ്പിൻ്റെ ലൈറ്റ് ബ്രൈറ്റ്നസ് മെഷർ ചെയ്യുന്ന രീതിയിലാണ് ലൂമൻ. അപ്പം ഈ ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് അത് നമ്മുടെ പ്രൊജക്റ്റഡ് ഇമേജിൻ്റെ വിസിബിലിറ്റിയെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ നമ്മുടെ പ്രൊജക്ടറിൻ്റെ കോറായിട്ടുള്ള സംഭവം എന്താണ്? ഒരു ലൈറ്റ് സോഴ്സ് ആണ്. ഈ ലൈറ്റ് സോഴ്സ് ഒരു ഹൈ പവേർഡ് ലാമ്പായിരിക്കും. അത് എന്താണ്? ബ്രൈറ്റ് വൈറ്റ് ലൈറ്റായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് മെഷർ ചെയ്യുന്നത് നമ്മൾ ഏതിലാണ്? ലൂമനിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഇമേജ് വിസിബിലിറ്റിയെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സെക്കൻഡ് കമ്പോണൻ്റാണ് ഇമേജിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇമേജിംഗ് സിസ്റ്റം എന്ന് പറയുന്നതിനകത്താണ് ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് ഒന്നെങ്കിൽ DLP എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ LCD ചിപ്പ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഇമേജിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഇമേജിംഗ് സിസ്റ്റം സോഴ്സ് സിഗ്നൽ എടുക്കും. അവർക്ക് കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ എടുക്കും. അതിനകത്തുനിന്ന് എന്താക്കി മാറ്റും? വിഷ്വൽ ഇമേജാക്കി മാറ്റും. അപ്പം കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ വിഷ്വൽ ഇമേജാക്കി മാറ്റുന്ന സിസ്റ്റം ഏതാണ്? അതാണ് ഇമേജിംഗ് സിസ്റ്റം. ഈ ഇമേജിംഗ് സിസ്റ്റത്തിനകത്ത് ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്യും? DLP ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, LCD ചിപ്പ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ DLP ആണെങ്കിൽ നമ്മൾ അതിനകത്ത് മൈക്രോസ്കോപ്പിക് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. DLP ആണെങ്കിൽ മൈക്രോസ്കോപ്പിക് മിറേഴ്സ് യൂസ് ചെയ്യും. LCD ആണെങ്കിലോ ലിക്വിഡ് ക്രിസ്റ്റൽ ഷട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ലിക്വിഡ് ക്രിസ്റ്റൽ ഷട്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ പറഞ്ഞു നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഇമേജിംഗ് സിസ്റ്റം ഉണ്ട്. ദെൻ മൂന്നാമത് പറയുന്നതാണ് ലെൻസ് ആൻഡ് ഫോക്കസ്. ലെൻസ് ആൻഡ് ഫോക്കസിനകത്ത് പ്രൊജക്ഷൻ ലെൻസ് ഉണ്ട്. പ്രൊജക്ഷൻ ലെൻസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇമേജിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഇമേജ് ഇല്ലേ, ഇമേജിംഗ് സിസ്റ്റം സോഴ്സ് സിഗ്നലിനെ ഒരു വിഷ്വൽ ഇമേജാക്കി മാറ്റും. അപ്പം ഈ ഇമേജിംഗ് സിസ്റ്റത്തിനകത്തുനിന്ന് കിട്ടുന്ന ഇമേജിനെ ഒരു വലിയ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ആരാണ്? അത് ലെൻസാണ്. സോ പ്രൊജക്ഷൻ ലെൻസ് എന്താ ചെയ്യുന്നത്? ഇമേജിംഗ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ആ ന്യൂലി ക്രിയേറ്റഡ് ഇമേജിനെ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ലെൻസാണ്. ഇനി ഈ ലെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോക്കസ്, അതുപോലെ ഇമേജ് സൈസ്, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലെൻസ് ആൻഡ് ഫോക്കസ് സിസ്റ്റം എന്ന് പറയുന്നത്. നാലാമത്തെ പാർട്ടാണ് കളർ വീല്. എന്താ ഈ കളർ വീല്? വൈറ്റ് ലൈറ്റിനെ വൈബ്രൻറ്റ് കളർ പ്രൊജക്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സ്പിന്നിങ് കളർ വീല് യൂട്ടിലൈസ് ചെയ്യുന്നത്. വൈറ്റ് ലൈറ്റിനെ വൈബ്രൻറ്റ് കളർ പ്രൊജക്ഷൻസ് ആക്കി മാറ്റാൻ നമ്മൾ സ്പിന്നിങ് കളർ വീല് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീലാണ് ലൈറ്റിനെ റെഡ്, ഗ്രീന്, ബ്ലൂ ഫ്ലാഷസ് ആക്കി മാറ്റുന്നത്. സോ കളർ വീൽ എന്താണ്? ബ്രൈറ്റ് ലൈറ്റിനെ വൈബ്രൻറ്റ് കളർ പ്രൊജക്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സ്പിന്നിങ് കളർ വീല്. അപ്പോൾ ഈ വീലാണ് വൈറ്റ് ലൈറ്റിൽ നിന്നും റെഡും ഗ്രീനും ബ്ലൂവും ഫ്ലാഷസ് ആക്കിയിട്ട് മാറ്റുന്നത്.
നമുക്കിനി ഇതിനകത്ത് പഠിക്കാനുള്ളത് LCD പ്രൊജക്ടറും LED പ്രൊജക്ടറുമാണ്. ഈ രണ്ട് പ്രൊജക്ടറിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ച പക്ഷേ LCD പ്രൊജക്ടറെ വർക്കിംഗ് പറഞ്ഞു വരുമ്പോൾ ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി. സോ നെക്സ്റ്റ് ക്ലാസ് LCD പ്രൊജക്ടർ. താങ്ക് യു.